കേഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. വാനഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനഭൂമിയേവം പാതാളമൊരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴേനിക്കിമ്പനാമം. ഈ മൈക്കിൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന ചവറ തട്ടാശ്ശേരിയിലുള്ള പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, യാത്രക്കാരായി വന്നു പോകുന്നവർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് സമീപത്തായി ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ വന്നു പോകുന്നവർ, വ്യാപാരം ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാവർക്കും വീണ്ടും വരുന്ന ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡ് കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചലിസം ടീമിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ഇവിടെ അടുത്ത് ചവറ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങളോട് അറിയിക്കുവാൻ വന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിന്നായിരിക്കുന്ന ഈ സമയം വളരെ സന്തോഷകരമായൊരു സമയമാണ്. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയമാണ്. നാളെ ഓഗസ്റ്റ് 15. വളരെ സന്തോഷത്തോടെ വൈദേശിക ശക്തികൾ
പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം രാജ്യമെല്ലാം ആഘോഷിക്കുന്ന ഈ സമയം ഞങ്ങളും നിങ്ങളോട് ചേർന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാനും യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്താണെന്ന് പറയാനും ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ തട്ടാശ്ശേരിയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അവർ തകർത്തു. നമ്മുടെ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. സ്വാതന്ത്ര്യത്തോടെ റോഡിലിറങ്ങി നടക്കുവാൻ കഴിയില്ല. സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ വൈദേശികർ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അല്ലേ, നമ്മുടെ നാട് വിദേശികൾ കൊള്ളയടിച്ചു. നാട്ടിൽ സമാധാനമില്ലാതായി. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയൊരു തന്ത്രമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക. നാട്ടിലെ നാട്ടുരാജാക്കന്മാരെ തമ്മിലടിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഈ നാട് അവർ കൊള്ളയടിച്ചു. പക്ഷേ ധീരന്മാരായ മഹാന്മാരായ നേതാക്കൾ അവരുടെ സമരവീര്യം, അവരുടെ ഇച്ഛാശക്തി, അവരുടെ പോരാട്ടം നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി തന്റെ സഹന സമരങ്ങൾ, തന്നോടൊപ്പം സുഭാഷ് ചന്ദ്രബോസ്, സമരവീരന്മാര് ഒരുപാട് പേര്, ഭഗത് സിംഗിനെ പോലെ തന്റെ ജീവിതം അർപ്പിച്ച ഒത്തിരി മഹാന്മാർ, അവരുടെ ജീവനും അവരുടെ പ്രയത്നങ്ങളും അവരുടെ രക്തസാക്ഷിത്വവും ഒക്കെയാണ് നമ്മുടെ നാടിന് ഈ സ്വാതന്ത്ര്യം നൽകി തന്നത്. എന്നാൽ ഇന്ന് തട്ടാശ്ശേരിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സന്തോഷം നമ്മൾ ആഘോഷിക്കുന്നു. നമ്മൾ ഇന്ന് സ്വതന്ത്രരാണ്. ഒരു വിദേശ ശക്തികൾക്കും നമ്മൾ അടിമകളല്ല. പക്ഷേ തട്ടാശ്ശേരിയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്കിന്ന് പറയാനുണ്ട്, ശരിയായി നാം എന്ന് ചിന്തിച്ചാൽ വാസ്തവത്തിൽ മനുഷ്യൻ പൂർണ്ണമായി സ്വതന്ത്രനാണോ? മനുഷ്യന് എല്ലാ സ്വാതന്ത്ര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു പക്ഷേ ഈ രാജ്യത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. അല്ലേ, ജോലി ചെയ്യാനും ജോലി ചെയ്തതിന് അർഹിക്കുന്ന കൂലി ചോദിച്ചു വാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറമായി മനുഷ്യനെ അടിമപ്പെടുത്തുന്ന, മനുഷ്യനെ തകർത്തു കളയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൽ നിന്നുകൂടെ നാം സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലേ പൂർണ്ണമായ സ്വാതന്ത്ര്യമെന്ന ഒരു ഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തുകയുള്ളൂ. എന്താ മനുഷ്യനെ ഇന്ന് തകർത്തു കളയുന്ന, അടിമപ്പെടുത്തുന്ന, അല്ലെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സൗഭാഗ്യങ്ങളെ തകർക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന അടിമത്വം എന്താ? ഞങ്ങൾ വേഗത്തിൽ പറയാം. അതിന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പാപം എന്ന് പറയുന്നതാണ്. പാപമാണ് മനുഷ്യനെ അടിമപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാൽ പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാണ്. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന തട്ടാശ്ശേരിയിലെ ബഹുമാന്യരായ ആളുകളെ, പാപം ചെയ്യുന്നവരാണ്, പാപം നമ്മളെ അടിമപ്പെടുത്തുന്നതാണ് എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയും, എൻ്റെ സുഹൃത്തെ, എന്നെ ഒരു പാപവും അടിമപ്പെടുത്തുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് ഞാനാണ് ചിന്തിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ശരിയോ തെറ്റോ അതൊക്കെ എൻ്റെ തീരുമാനമാണെന്ന് പറയുന്ന പ്രബുദ്ധരായ ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വാസ്തവത്തിൽ അതല്ല ശരി. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് നല്ലത് ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള ഒരു തിന്മ എന്നിൽ വ്യാപരിക്കുന്നു എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആളുകളെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സ്നേഹം അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നില്ല. ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ക്ഷമിക്കാൻ കഴിയുന്നില്ല. കോപം നുരഞ്ഞു പൊന്തുകയാണ്. അല്ലേ, മനുഷ്യന് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മയാണ് മനുഷ്യനിൽ നിന്ന് പുറത്തു വരുന്നത്. അല്ലെ, പത്രമാധ്യമങ്ങളിലൂടെ മീഡിയയിലൂടെ നാം അറിയുന്ന കാര്യം, അവൻ മനുഷ്യനത്ര ക്രൂരമായി ജീവിക്കുകയാ. സ്വന്തം കുടുംബത്തിലുള്ളവരെയൊക്കെ തച്ചു തകർക്കുന്ന മക്കൾ, അല്ലെ, നൊന്തു പ്രസവിച്ച അമ്മയെ അല്ലെ തലക്കടിച്ചു കൊല്ലുന്ന മകൻ, അല്ലെ, അപ്പനെ പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനെ തകർക്കുന്ന മനുഷ്യൻ, സ്വന്തം മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ സ്വന്തം പെങ്ങന്മാരെയോ സ്വന്തം മക്കളെയോ പോലും തിരിച്ചറിയാതെ മനുഷ്യൻ അധപ്പതിച്ചില്ലേ?
നമ്മൾ ഇത് കാണുമ്പോൾ നമ്മളൊരു കാര്യം പറയും, മൃഗങ്ങൾ പോലും ഇതിനേക്കാൾ എത്ര സ്നേഹമുള്ളവരാണെന്ന് തോന്നും. കാരണം ഒരു മൃഗം ഒരിക്കലും അതിൻ്റെ സ്വന്തം ഇണയെ കൊല്ലാറില്ല, ഇണവെട്ട് ഇണചേരാറില്ല. പക്ഷെ മനുഷ്യനെ നോക്കിക്ക്, മൃഗത്തെക്കാൾ അതിപ്പതിച്ചല്ലേ ജീവിക്കുന്നത്, അല്ലെ? വ്യഭിചാരം ഇന്ന് സമൂഹത്തിൽ എത്ര വർദ്ധിച്ചിരിക്കുകയാ, എത്ര കുടുംബങ്ങളാ തകർന്നുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം എത്ര വർദ്ധിച്ചിരിക്കുകയാ, എത്ര പേരെയാ കൊല്ലുന്നത്. മൃഗങ്ങളൊക്കെ ആഹാരത്തിന് വേണ്ടി ഒരുപക്ഷെ മറ്റു മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കുമായിരിക്കും. പക്ഷേ മൃഗങ്ങൾ ഒരിക്കലും കൊല്ലാക്കൊല ചെയ്യില്ല, കൂട്ടക്കൊല ചെയ്യില്ല. മനുഷ്യൻ നോയിക്ക്, സ്വന്തം സ്വാർത്ഥതയും സ്വന്തം ഇഷ്ടം സ്ഥാപിക്കാൻ വേണ്ടി എത്ര ജനങ്ങളെ വേണം കൊല്ലാൻ മടിയില്ല. അതല്ലേ നമ്മുടെ യുദ്ധങ്ങളിലും അല്ലെ നമ്മുടെ ഈ പോരാട്ടങ്ങളിലുമൊക്കെ സംഭവിക്കുന്നത്. എന്താ? കൊല്ലാക്കൊല ചെയ്യുകയാ. എന്താ? തങ്ങളുടെ ഇഷ്ടം സ്ഥാപിക്കുവാൻ, തങ്ങളുടെ താല്പര്യം സ്ഥാപിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുകയാ. പക്ഷേ നമുക്കറിയാം, ഈ കോടതിയിലൊക്കെ കേസ് വരുമ്പോ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, സാറേ ഞാൻ അന്നേരം അറിയാതെ ചെയ്തതാ, എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, ആ കൊലപാതകം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, ആ മോഷണം നടത്താൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഞാനത് പെട്ടെന്ന് ചെയ്തു പോയതാ. എൻ്റെ സുഹൃത്തുക്കളെ, തട്ടാശ്ശേരിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാ ഞങ്ങൾ പറഞ്ഞത്, നല്ലത് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യന്റെ അകത്ത് തിന്മയുള്ളത് കൊണ്ട്, മനുഷ്യന്റെ അകത്ത് പാപം വസിക്കുന്നത് കൊണ്ട് അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല. നല്ലപോലൊക്കെ ജീവിക്കണമെന്ന, പക്ഷേ ആ തിന്മ അകത്ത് വരുമ്പോ, സ്വാർത്ഥത അകത്ത് വരുമ്പോ അവൻ തനിക്ക് ചെയ്യാൻ പാടില്ലാത്ത നികൃഷ്ടമായ കാര്യങ്ങൾ വരെ ചെയ്യുകയാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യൻ മൃഗത്തെക്കാൾ അതപ്പതിച്ചു. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ടത്, അല്ലെ? പാപത്തിൽ നിന്ന് ഇങ്ങനെ മനുഷ്യനെ അടിമപ്പെടുത്തുന്ന, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത, സഹോദരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മനുഷ്യനെ അധമനാക്കുന്ന, പാപിയാക്കുന്ന ഈ പാപത്തിന്റെ അല്ലെ വലിയ കഠോരമായ നീരാളിപ്പിടുത്തത്തിൽ നിന്നാണ് മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ടത്. ഞാൻ ചോദിക്കുകയാ, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഈ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മനുഷ്യനെ ആര് സ്വതന്ത്രമാക്കും? ബൈബിളിൽ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, അല്ലേ? ഈ മരണകരമായ ഈ തിന്മയിൽ നിന്ന്, ഈ അശുദ്ധിയിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന്, ഈ മരണകരമായ പാപ സ്വഭാവത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ആരെന്നെ രക്ഷിക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, മതങ്ങൾക്ക് നിങ്ങളുടെ പാപം പരിഹരിക്കാൻ പറ്റുമോ? രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഇസങ്ങൾക്കോ നിങ്ങളുടെ പാപ സ്വഭാവത്തെ മാറ്റാൻ പറ്റുമോ? നല്ല ശിക്ഷ കിട്ടിയാൽ ആളുകൾ നന്നാകുമെന്ന് പറയുന്നവരുണ്ട്. എൻ്റെ ചോദ്യം, നാട്ടിൽ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണോ? ഇവിടെ ജയിലില്ലാത്തത് കൊണ്ടാണോ? നിയമങ്ങളില്ലാത്തത് കൊണ്ടാണോ മനുഷ്യൻ പിന്നെയും അധർമ്മം ചെയ്യുന്നത്, പാപം ചെയ്യുന്നത്, കൊല്ലാക്കൊല ചെയ്യുന്നത്? അതിന്റെ അർത്ഥം ഒരു നിയമങ്ങൾ കൊണ്ടും മനുഷ്യനെ മാറ്റാൻ കഴിയുകയില്ല, അല്ലെ? ഒരു വ്യക്തിക്കും രൂപാന്തരപ്പെടുത്താൻ പറ്റുകയില്ല. അവിടെയാണ് ഞങ്ങൾ എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന രാജ്യം, വൈദേശിക ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ സമയത്ത് തട്ടാശ്ശേരിയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളെ അടിമപ്പെടുത്തുന്ന, നിങ്ങളെ തകർത്ത് കളയുന്ന, നിങ്ങളെ തിന്മയിലേക്ക് നടത്തുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിനോ മതസംഹിതകൾക്കോ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്നു, കഴിയുന്നൊരു മാർഗമുണ്ട്, കഴിയുന്നൊരു വ്യക്തിയുണ്ട്. അത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. വിശുദ്ധ ബൈബിള് പറയുക, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുക. എൻ്റെ തട്ടാശ്ശേരിയിലെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് അവൻ സ്വാതന്ത്ര്യം വേണ്ടത് പാപത്തിൽ നിന്ന്. ഒരു കാര്യം ഇവിടെ പറയാം, പാപത്തിൽ നിന്ന് മാത്രമാണോ മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ടത്? അല്ല. ഈ പാപത്തെ, അതിൻ്റെ കഠിന സ്വഭാവങ്ങളെ, മൃഗ സ്വഭാവങ്ങളെ വർദ്ധിപ്പിക്കുന്ന, മനുഷ്യനെ മൃഗമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന, മനുഷ്യനെ ആത്മനാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൻ്റെ പേരാ ആസക്തി എന്ന് പറയുന്നത്. ആസക്തികൾ തൻ്റെ ജീവിതത്തിലെ മനോനിലയെയും സ്വന്തം ജീവിതത്തിലെ ചിന്താശക്തിയെയും തൻ്റെ ബുദ്ധിപരമായ കുർമ്മികതയെയും ഒക്കെ മാറ്റിവെച്ചിട്ട് മൃഗത്തെക്കാൾ മനുഷ്യനെ അതപ്പതിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ പേരാണ്, അല്ലെ, ആസക്തിക്ക് നിദാനമായ മദ്യവും മയക്കുമരുന്നും ലഹരിയുടെ ഉപയോഗവും. ഞാനത് വിളിച്ചു പറയുമ്പോൾ തട്ടാശ്ശേരിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കറിയാം, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒഴുക്ക് എത്ര വലുതാ. സ്വതവേ മനുഷ്യൻ പാപിയാണെന്നും പാപ സ്വഭാവം അകത്തുണ്ടെന്നും ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ ഈ മദ്യവും മയക്കുമരുന്നും കൂടെ അകത്ത് കയറിയാൽ അവൻ ആളല്ലാതായി മാറുന്നു. അവൻ മനുഷ്യനല്ല, സാക്ഷാൽ മൃഗമായി മാറുകയാ. അതല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്യത്തിന്റെ ഈ ഒഴുക്ക്, ഇതിന്റെ ആസക്തി ആര് മാറ്റും?
നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മദ്യപാന്മാരെ അല്ലേ, മയക്കുമരുന്നിന് അടിമകളായവരെ രക്ഷിക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡി അഡിക്ഷൻ സെന്ററുകൾക്കോ ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്കോ കൗൺസിലിങ്ങിനോ അവനിത് മാറ്റാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് മനുഷ്യന്റെ അകത്തുള്ള ആസക്തിയാ. ഈ ആസക്തിയുടെ കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പാപമാണെങ്കിൽ ഈ ആസക്തികൾക്കും മദ്യപാനത്തിന്റെ ഈ വലിയ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ജീവനുള്ള ദൈവമായ ക്രിസ്തുവിനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളിത് വെറുതെ ഒരു വാചകം പറയുന്നതിന് വേണ്ടി പറയുന്നതല്ല. കോടിക്കണക്കിന് മനുഷ്യര് ഇത് അനുഭവിക്കുന്ന സത്യമാ. ഞങ്ങൾ ഇന്ന് വചനം പറയുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കൂടെ അനേകായിരങ്ങള് അല്ലേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സ്വന്തം കുടുംബം നോക്കാതെ കുഞ്ഞുങ്ങളെ തല്ലുന്നവരായി ജീവിതത്തിൽ സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ അപമാനം വരുത്തി ജീവിച്ച് കണ്ട ഓടയിൽ കിടന്ന് മദ്യഷാപ്പിന് മുമ്പിൽ ക്യൂ നിന്ന് ജീവിതം തകർത്തിരുന്നവരെ യേശു ക്രിസ്തു എന്ന ലോക രക്ഷകൻ ജീവിതത്തിലേക്ക് വന്നപ്പോ അവരുടെ ആള് മാറി, അവരുടെ സ്വഭാവം മാറി, അവരുടെ ജീവിതം മാറി. ഇന്ന് നല്ല മനുഷ്യരായി ജീവിക്കുന്നെങ്കിൽ അതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ ശക്തി. വിശുദ്ധ തിരുവെടുത്ത് പറയുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്ന. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വാ. നിന്റെ പാപ സ്വഭാവം യേശു മാറ്റും, നിന്റെ ആസക്തി യേശു മാറ്റും, നിന്റെ പാപത്തിന്റെ നീരാളിപ്പിടുത്തലിനെ വിടുവിച്ച് നല്ല മനുഷ്യനായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന് പരിഹാരം എങ്ങനെയാ യേശു ഉണ്ടാക്കിയത്? വേഗം പറഞ്ഞ് അവസാനിക്കുക. പാപത്തിന്റെ പരിഹാരം നേർച്ച കാഴ്ച ചെയ്താൽ നടക്കുകയല്ല, പുണ്യപ്രവൃത്തി ചെയ്താൽ നടക്കുകയല്ല. ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന് പരിഹാരം എന്താ? പാപം ചെയ്ത മനുഷ്യൻ മരിക്കണം. എന്താ പാപത്തിന്റെ ശിക്ഷ? ദൈവത്തിന്റെ നിത്യമായ വേർപാടാ. ഈ പാപം ചെയ്ത് ദൈവത്തിൽ നിത്യമായി വേർപെട്ട മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ പാപപരിഹാരം ഒരു യാഗം നടക്കേണ്ടിയിരുന്നു. വിശുദ്ധ ബൈബിൾ പറയുക, യേശു ക്രിസ്തു അവൻ ഈ ഭൂമിയിലേക്ക് വന്ന് പാപികളായ മനുഷ്യന് വേണ്ടി മരിച്ചു. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവിടുന്ന് ക്രൂശിൽ മരിച്ചു. ബൈബിൾ പറയുക, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. തട്ടാശ്ശേരിയിലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ യേശു മരിച്ചത് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. യേശു മരിച്ചത് നിങ്ങളെ ആസക്തിയിൽ വിടുവിക്കാൻ വേണ്ടിയാ. യേശു മരിച്ചത് നിങ്ങൾക്കൊരു പുതുജീവിതം നൽകാൻ വേണ്ടിയാ. ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയാ, മരിച്ച യേശുവിനെ ഒരു കല്ലറയിൽ അടക്കി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. യേശു ക്രിസ്തു കല്ലറയെ തുറന്ന് മൂന്നാം ദിവസം താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടതിന് അവൻ ഉയർത്തെഴുന്നേറ്റു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷം ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതമല്ല. ഇവിടെ എത്ര പണമുണ്ടായാലും എത്ര സൗകര്യമുണ്ടായാലും മരണം കൊണ്ട് ഇവിടെ അവസാനിക്കും. പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് മരണത്തിനപ്പുറം അവനൊരു ജീവിതമുണ്ട്. ഈ താൽക്കാലിക ജീവിതത്തിനപ്പുറം നിത്യമായ ഒരു ദൈവിക ഭവനമുണ്ട്. അവിടേക്ക് പോകുവാനാണ് തട്ടാശ്ശേരിയിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം, ഒരു മുന്നറിയിപ്പാണ് ഇത്. നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല. ഈ സത്യ സുവിശേഷം നിങ്ങൾ നിരസിച്ചാൽ, യേശുവിനോട് രക്ഷ എനിക്ക് വേണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ബൈബിൾ പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. തട്ടാശ്ശേരിയിലെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞാനും നിങ്ങളുമെല്ലാം യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ചെന്ന് നിൽക്കണം. അന്ന് അവൻ ഈ ലോകത്ത് വെച്ച് കർത്താവിനെ രക്ഷകനും ക്രിസ്തുവുമായി സ്വീകരിച്ച ദൈവമക്കൾക്ക് നിത്യ സ്വർഗത്തിലേക്ക് പോകുമെന്ന് വചനം പറയുമ്പോൾ, സുവിശേഷം അനുസരിക്കാത്തവരെ നിത്യനാശമെന്ന ശിക്ഷാവധിയിലേക്ക് പോകുമെങ്കിൽ ഇത് നിങ്ങൾ നിരസിക്കരുത്. സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുക. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. ആസക്തിയിൽ നിന്ന് പരിഹരിക്കാൻ യേശുവിന് കഴിയും. നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഒറ്റ കാര്യം, ഇതിനൊറ്റ മാർഗം, വിശ്വസിക്കുക. യേശുവേ, അങ്ങ് ദൈവപുത്രനാണ്. അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നു, പാപിയായി എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു. ക്രിസ്തുവേ, ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങയെ ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. ഞാനും തന്നെ നിനക്കായി സമർപ്പിക്കുന്നു. ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. നിങ്ങൾക്ക് രൂപാന്തരമുണ്ടാകും. നിങ്ങളുടെ ആസക്തികളിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ കുടുംബം സന്തോഷമാകും. അവൻ അങ്ങനെ ഒരു ആത്മീയാനുഭവത്തിലേക്കും ഒരു പുതുജീവിതത്തിലേക്കും തട്ടാശ്ശേരിയിലെ പ്രിയപ്പെട്ടവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം കൂടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ തട്ടാശ്ശേരിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ രാജ്യം വൈദേശിക ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ പാപത്തിൽ നിന്നും കർത്താവെ, ആസക്തികളിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും
ആമേൻ സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഇന്ന് ഈ തിരുവെടുത്ത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തു സ്വതന്ത്രമാക്കണമേ. അവരുടെ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അവരുടെ ആസക്തിയിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അവരെ എല്ലാവരെയും രാജ്യത്തിനും കുടുംബത്തിനും ദേശത്തിനും കൊള്ളാവുന്ന പൗരന്മാരാക്കി മാറ്റണമേ. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അനുഗ്രഹം അവരുടെ മേൽ വരണം, യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ബൈബിളിൽ രക്ഷിക്കുന്നു പറഞ്ഞു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു മദ്യപന്മാരെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. നിന്റെ രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.